നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിലയ്ക്കാത്ത നിയന്ത്രണം. നിരോധിക്കപ്പെട്ട കറൻസികൾ നിക്ഷേപിക്കാൻ 5 ദിവസം കൂടി മാത്രം ശേഷിക്കെ പണം പിൻവലിക്കുന്നതിലെ നിയന്ത്രണം ഡിസംബർ 30 കഴിഞ്ഞും തുടരുമെന്ന സൂചന. പൂർണ്ണതോതിൽ അച്ചടി പുരോഗമിക്കുമ്പോഴും ആവശ്യമായത്ര പുതിയ കറൻസി ബാങ്കുകളിൽ എത്തിക്കാനാവാതെ റിസർവ് ബാങ്ക്. ഉയർന്ന മൂല്യമുള്ള കറൻസികൾ നിരോധിച്ച നവംബർ 8-ന് പ്രതിസന്ധികൾ തീരാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നത് 50 ദിവസത്തെ സമയം. എന്നാൽ നിലവിലുള്ളത് ആഴ്ചയിൽ പിൻവലിക്കാവുന്ന 24,000 രൂപയും ATMകളിൽ നിന്ന് പിൻവലിക്കാവുന്ന 2,500 രൂപയും പോലും നൽകാൻ കഴിയാത്ത സാഹചര്യം. നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും SBI അധികൃതരും. നോട്ട് നിരോധനത്തിൽ മോദിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം രൂക്ഷമാക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുന്നതിന്റെ സമ്മർദ്ദത്തിൽ BJPയും പ്രധാനമന്ത്രിയും. ദൻ കി ബാത്. രാജ്യത്ത് സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തുടരുമെന്ന പ്രഖ്യാപനമായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഒന്നും അവസാനിച്ചിട്ടില്ല. കറൻസി പരിഷ്കരണം ധീരമായ ഒരു ദൗത്യത്തിന്റെ തുടക്കം മാത്രമാണ്. കള്ളപ്രചരണങ്ങളിൽ വീഴാതിരുന്ന ജനങ്ങളെ നമിക്കുന്നുവെന്നും മൻ കി ബാത് പ്രക്ഷേപണത്തിന്റെ 27ാം പതിപ്പിൽ പ്രധാനമന്ത്രി. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്രം. കറൻസി രഹിത ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾക്കായി ലക്കി ഗ്രാഹക് യോജനയും വ്യാപാരികൾക്കായി ധൻ വ്യാപാർ യോജനയും. ഓൺലൈനായി ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ഇളവുകൾ നൽകുമെന്നും നരേന്ദ്രമോദി. കടലെടുത്ത യാത്ര. സിറിയൻ സൈനിക താവളത്തിലേക്ക് പുറപ്പെട്ട റഷ്യൻ വിമാനം കരിങ്കടലിൽ തകർന്നു വീണ് 92 യാത്രക്കാർ മരിച്ചതായി റിപ്പോർട്ട്. 8 ജീവനക്കാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിരിക്കാനിടയില്ലെന്ന സൈനിക മേധാവികൾ. മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു. കരിങ്കടൽ തീരത്തെ സോച്ചിയിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നഷ്ടമായത് ടേക്ക് ഓഫ് കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം. ദുരന്തത്തിനിരയായവരിൽ റഷ്യൻ സൈനികരും സൈന്യത്തിന്റെ ഔദ്യോഗിക സംഗീത സംഘത്തിലെ അംഗങ്ങളും. അപകട കാരണം യന്ത്ര തകരാറെന്ന് പ്രാഥമിക നിഗമനം. സിറിയയിലെ ലഡാക്കിയ പ്രവിശ്യയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ നിന്ന് അപായ സിഗ്നലുകൾ ലഭിച്ചില്ലെന്ന് വിമാനത്താവള അധികൃതർ. സൈനിക താവളത്തിലെ പുതുവത്സരാഘോഷത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ പോയ സംഘത്തിനൊപ്പം അപകടത്തിൽപ്പെട്ടത് 9 റഷ്യൻ മാധ്യമ പ്രവർത്തകരും. ചോദിച്ചു വാങ്ങിയ കുരുക്ക്. മന്ത്രി MM മണിക്കെതിരെ അഞ്ചേരി ബേബി വധക്കേസിലെ കോടതി വിധിയുടെ പിരിമുറുക്കത്തിൽ CPM. വിടുതൽ ഹർജി തള്ളിയ വിധി മേൽക്കോടതികൾ റദ്ദാക്കിയില്ലെങ്കിൽ മണി വിചാരണ നേരിടേണ്ടി വരും. എന്നാൽ വിധിയിൽ പുതുമയില്ലെന്നും അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലെന്നും കോടിയേരി. ബേബി വധക്കേസിൽ 2ാം പ്രതിയായ MM മണിക്ക് പുറമെ പുതുതായി പട്ടികയിൽ ചേർക്കപ്പെട്ടത് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും CITU മുൻ ജില്ലാ സെക്രട്ടറി AK ദാമോദരനും. ഇതോടെ കേസിലെ പ്രതികൾ 7 പേരായി. 2 പേർ ജീവിച്ചിരിപ്പില്ല. അതിനിടെ ബേബി വധക്കേസിലെ പുനരന്വേഷണം തനിക്കെതിരായ കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഭാഗമെന്ന ആക്ഷേപവുമായി MM മണി. രാജിവയ്ക്കില്ലെന്നും അതിനുള്ള വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നും പ്രതികരണം. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കും. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,585 രൂപ, പവൻ 20,680 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.